നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാംസ് പറയുകയായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ എമോ ഡയഗ്രാംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഓക്സിജന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ആണ്. ജസ്റ്റ് അപ്പോൾ ഇതില് ഓക്സിജന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇലക്ട്രോൺസ് അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഈ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണേ? ആദ്യം സിഗ്മ 1s ടു സിഗ്മ സ്റ്റാർ 1s ടു അതായത് ആന്റിബോണ്ടിക് 1sല് 2 ഇലക്ട്രോൺസ്, പിന്നെ ഫില്ല് ചെയ്യുന്നത് സിഗ്മ 2s മോളിക്കുലർ ഓർബിറ്റൽ, അതിൽ 2 എണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആന്റിബോണ്ടിക് സിഗ്മ സ്റ്റാർ 2s ഈ 2 ഇലക്ട്രോൺസ് പോകും. പിന്നെ ഫില്ല് ചെയ്യുന്ന പിന്നെ എനർജി കുറഞ്ഞത് സിഗ്മ 2pz ആണ്. അപ്പൊ ഇതിൽ ഈ 2pയില് ഇതിലുള്ള ഓർബിറ്റൽസിൽ ആറ്റമിക് ഓർബിറ്റൽസിൽ ഈ 3 ആറ്റമിക് ഓർബിറ്റൽസിലെ ഒരെണ്ണം സിഗ്മ ബോണ്ട് ഫോം ചെയ്യും, ബാക്കി 2 എണ്ണം പൈ ബോണ്ട്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പൊ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ജസ്റ്റ് അസ്യൂം ദാറ്റ് ഇറ്റ് ഇസ് ദ 2pz ഓർബിറ്റൽ. 2pz ഓർബിറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു, ബാക്കി 2px ഉം 2pyയും ഡീജനറേറ്റ് ആയിട്ടുള്ള പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാക്കുന്നു ബൈ ദ സൈഡ് വേസ് ഓവർലാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ അപ്പൊ നമ്മൾ 2pz അത് ആർബിട്രറി ആയിട്ട് എടുത്താണ്. 2pz വേണമെങ്കിൽ 2px സിഗ്മ ബോണ്ട് എടുക്കാം, അങ്ങനെയാണെങ്കിൽ 2pyയും 2pzഉം പൈ ബോണ്ട്സ്. ആർബിട്രറി ആയിട്ട് നമ്മൾ z ആക്സിസ് ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. അപ്പോൾ 2pz സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ സിഗ്മ 2pzനായിരിക്കും ഓക്സിജന്റെ കേസിൽ എനർജി കുറഞ്ഞ. അത് കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യുന്ന 2 ഡീജനറേറ്റ് ആയിട്ടുള്ള ഈ 2pxഉം 2py ഓർബിറ്റൽസ് ആണ് പിന്നെ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന 2 ഇലക്ട്രോൺസ് ഓക്സിജന്റെ 16 ഇലക്ട്രോൺസിലെ ബാക്കി 2 ഇലക്ട്രോൺസ് ലാസ്റ്റ് 2 ഇലക്ട്രോൺ ഗോയിങ് ടു ദ ആന്റിബോണ്ടിക് പൈ സ്റ്റാർ ഓർബിറ്റൽസ്. അപ്പൊ ഇതിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഓക്സിജൻ ഉണ്ട്. നാച്ചുറലി ഓക്സിജൻ വിൽ ബി പാരാമാഗ്നറ്റിക് ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ ഓഫ് ഓക്സിജൻ ഇറ്റ് കംസ് ഔട്ട് ടു ബി 2, which indicates that the bond between the 2 oxygen atoms is a double bond. ഇതാണ് കേസ്. പക്ഷെ ഓക്സിജന് താഴെ ഓക്സിജൻ ഫ്ലൂറിന്റെ കേസിൽ ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽസ്. ഇങ്ങനെയാണ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. ബട്ട് വെൻ യു ഗോ ടു ലോവർ ആറ്റോമിക് നമ്പേഴ്സ് എലമെന്റ്സ് ലൈക്ക് ബോറോൺ, കാർബൺ, നൈട്രജൻ, ബെറിലിയം ആയാലും ബോറോൺ ആയാലും കാർബൺ, നൈട്രജൻ, ഓക്സിജന് താഴെ വരുന്ന എലമെന്റ്സിനില്ല. ഇതിന്റെ ഓർഡറിംഗിൽ ഈ മോളിക്കുലർ ഓർബിറ്റലിന്റെ എനർജി ഓർഡറിംഗിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നൈട്രജന്റെ കേസിൽ ഇതാണ് കേസ്. ഒരു ചെറിയ വ്യത്യാസം വരുന്ന നൈട്രജന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നൈട്രജന്റെ കേസിൽ ഈ 2sഉം അതേപോലെ തന്നെ അതിന്റെ താഴെ നൈട്രജൻ, ബോറോൺ, കാർബൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ 2sഉം 2p ഓർബിറ്റൽസും തമ്മിൽ മിക്സ് ചെയ്യും. 2p എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് 2pz ആയിരിക്കും. 2sഉം 2pz ആയിട്ട് മിക്സ് ആവുന്നത്. 2pxഉം 2pyയും 2s ആയിട്ട് മിക്സ് ചെയ്യില്ല, കാരണം സിമെട്രി വ്യത്യാസമുണ്ട്. എനർജി വൈസ് ഏകദേശം മാച്ച് ആവും, പക്ഷെ സിമെട്രി വ്യത്യാസമാണ്. പക്ഷെ 2sഉം 2pzന്റെ സിമെട്രി മാച്ച് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് 2sഉം സ്പെസിഫിക് ആയിട്ട് 2pzഉം തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് എന്തായാലും സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡറിംഗിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അതായത് ഓക്സിജന്റെ കേസിൽ ഈ പൈ 2pxഉം പൈ 2py മുകളിലാണെങ്കിൽ ഇതില് ഒന്ന് ചെറിയ വ്യത്യാസം വന്നിട്ട് ഈ പൈ 2px പൈ 2py സിഗ്മ 2psനേക്കാളും താഴേക്ക് പോകും അതിന്റെ എനർജി. ഇതാണ് ഓക്സിജന്റെ കേസ്. അപ്പൊ അതില് സിഗ്മ 2pzന് പൈ 2pxും പൈ 2pyയേക്കാളും എനർജി കുറവാണ്. പക്ഷെ നൈട്രജൻ, ബോറോൺ, കാർബൺ, നൈട്രജൻ വരുമ്പോൾ ഈ ഓർഡറിംഗ് ഒന്ന് തിരിഞ്ഞു വരും. അതായത് ഇങ്ങനെയായിട്ട് മാറും. പൈ 2pxും പൈ 2pyക്കും എനർജി കൂടും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവലിംഗ് വരുന്ന കാരണം ആണ് ഈ ഒരു മിക്സിംഗ് 2sഉം 2pzന്റെ മിക്സിംഗ് ഇവിടെ നടക്കും. ഓക്സിജനും ഫ്ലൂറിന്റെ കേസിൽ അങ്ങനെ ഒരു മിക്സ് നടക്കില്ല, കാരണം 2sന്റെയും 2pzന്റെയും എനർജീസ് മാച്ച് ആവില്ല. അത് ഓക്സിജന്റെയും ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം 2pzന്റെ എനർജി വളരെ കൂടുതലാണ് 2sനേക്കാൾ. അപ്പൊ അങ്ങനെയാണ് ചെയ്തേക്കണം. അപ്പൊ ഇതില്
ഇപ്പൊ ഈ മിക്സിംഗ് വരുന്ന കാരണം ഈ ബോറോൺ കാർബൺ നൈട്രജന്റെ ഒക്കെ ഇതാണ് അവരുടെ ഓർഡർ എന്ന് പറയും. അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു മിക്സിംഗ് വരുന്ന കാരണം ഈ ഓർബിറ്റൽ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയല്ല, ലിങ്കിങ് ഒന്ന് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് കാര്യം അത് ഈ 2s കോൺട്രിബ്യൂഷനും കൂടി 2p സെറ്റിൽ വരുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലിങ്കും കൂടി അത് കാണിക്കും, കുറച്ചുകൂടി ലൈൻസ് കൂടും. എനിവേ, അപ്പൊ അതാണ് ബോറോൺ കാർബൺ നൈട്രജന്റെ കേസിൽ ഉള്ള വ്യത്യാസം, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രത്തിൽ വരുന്ന വ്യത്യാസം. വേറെ ഇതൊന്നുമില്ല. അപ്പൊ ആകെ ഈ 2 ലെവൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളൂ. ബാക്കി ആന്റിബോണ്ടിക്കിൽ വ്യത്യാസമൊന്നുമില്ല. ആന്റിബോണ്ടിക്കിലും ഓക്സിജന്റെയും ബോറോൺ കാർബൺ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ലെവൽ. 5 സ്റ്റാർ ഉണ്ട്, സിഗ്മ സ്റ്റാർ, അതാണ് ആ ഒരു ലെവലിംഗ് എന്ന് പറയുന്നു. അപ്പൊ ഇനി നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജന്റെ കേസ്, നൈട്രജന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നൈട്രജന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല, അത് പാരമാഗ്നറ്റിക് ആണെന്ന് ഡയമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ബോണ്ട് ഓർഡർ 3 ആണ്, N ട്രിപ്പിൾ ബോണ്ട് N ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സാധാരണ നമ്മളിപ്പോ പുതിയ നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജെറൈഡ് യു, ഈ സ്റ്റാർ നമ്മൾ കളയും, ബോണ്ടിങ്ങിന് ആന്റി ബോണ്ടിങ്ങിന് സ്റ്റാർ കൊടുക്കുന്ന ആ ഒരു രീതി നമ്മൾ കളയും. നമ്മൾ ജിയും യു സിമെട്രി വൈസ് ഉള്ള ഒരു നൊട്ടേഷൻ ആണ് കൊടുക്കുന്നത്. ജി ഫോർ ജെറൈഡ്, യു ഫോർ അൺജെറൈഡ്. ദാറ്റ് ഈസ് ജെറൈഡ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ അറൌണ്ട് ദി മോളിക്കുലർ ആക്സിസ് ആൻഡ് അൺജെറൈഡ് മീൻസ് അൺസിമെട്രിക്കൽ അബൌട്ട് ദി മോളിക്കുലർ ആക്സിസ്. അതാണ് യു എന്ന് പറയുന്നത്. ഈ ജി യു എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ കൊടുക്കുക. അപ്പൊ ഒരു ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസിന് നമ്മൾ സീക്വൻഷ്യൽ ആയിട്ട് നമ്പർ 1, 2, 3 എന്ന് പറയും. വേറെ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ സിഗ്മ ബോണ്ടിങ്ങിന് ഒരു ടൈപ്പ് സിഗ്മ ജി മോളിക്കുലർ ഓർബിറ്റൽ ആണെങ്കിൽ 1 സിഗ്മ ജി, 2 സിഗ്മ ജി, 3 സിഗ്മ ജി പറയും. പിന്നെ സിഗ്മ യു വന്നു കഴിഞ്ഞാൽ 1 സിഗ്മ യു, 2 സിഗ്മ യു, 3 സിഗ്മ യു. അതേപോലെ തന്നെ പൈ വരുമ്പോൾ ആദ്യത്തെ പൈ ജി ആണ്, 1 പൈ ജി, 2 പൈ ജി എന്ന് പറയും, അല്ലെങ്കിൽ 1 പൈ യു, 2 പൈ യു, ആ ഓർഡറിൽ ഒരു ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റലാണ് നമ്മളിങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് പറയുന്നത്. അപ്പൊ സ്റ്റാർ എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ കളയും. അപ്പൊ ഇങ്ങനെയാണ് പുതിയ നൊട്ടേഷൻ അനുസരിച്ചുള്ള ഇത്. അപ്പൊ ഇതാണ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ. ഇതൊരു വേറെ കൂടുതലൊന്നും പറയാനില്ല, ഇങ്ങനെ ഇത് തന്നെയാണ് ഈ ഒരു രീതിയാണ് എല്ലാ ഇതിലും ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിൽ വരുന്നത്. ഇനി നമ്മൾ ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിലോട്ട് കടക്കുക. അപ്പൊ ഇതിൽ ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡയറ്റോമിക് മോളിക്യൂൾ, അതായത് ലിത്തിയം ഫ്ലോറൈഡ്. അതിന്റെ ട്രീറ്റ്മെന്റ്, മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടു. അതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിത്തിയം ഫ്ലോറൈഡ്, പിന്നെ കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, NO ആൻഡ് HF ഹൈഡ്രജൻ ഫ്ലോറൈഡ്. അപ്പൊ കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് ആൻഡ് HF, ആ 4 എണ്ണമാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ, അതായത് ലിത്തിയം ഹൈഡ്രൈഡ് നോക്കാം, LiH പറയുമ്പോൾ. അപ്പൊ നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ലിത്തിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലിത്തിയത്തില് 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതായത് ലിത്തിയത്തില് 1s2 2s1 ആണ് ലിത്തിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹൈഡ്രജന്റെ ഓബിയസ്ലി 1s1. അപ്പൊ ഇവിടെ MO തിയറി അനുസരിച്ച് ആക്ച്വലി ദ സിമെട്രി ആസ് വെൽ ആസ് എനർജി ഷുഡ് മാച്ച് ഇൻ ഓർഡർ ടു ഫോം ദ മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പൊ എനർജി വൈസ് സിമെട്രി വൈസ് മാച്ച് ആവുന്ന നോക്കിക്കഴിഞ്ഞാൽ ലിത്തിയത്തിന്റെ 2s ഹൈഡ്രജന്റെ 1s തമ്മിൽ മാത്രമേ എനർജി വൈസ് മാച്ച് ആവും. ഹൈഡ്രജൻ ആകെ ഒരു ആറ്റോമിക് ഓർബിറ്റൽ ഉള്ളൂ, അത് 1s which contains that unpaired electron 1s 1. അപ്പൊ 1s ആയിട്ട് ഹൈഡ്രജന്റെ 1s ആയിട്ട് മാച്ച് ചെയ്യുന്നത് ലിത്തിയത്തിന്റെ 2s ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലിത്തിയത്തിന്റെ 2s അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ഒരു ഇലക്ട്രോൺ ഉള്ള ലിത്തിയത്തിന്റെ 2s ഹൈഡ്രജന്റെ 1s തമ്മിൽ മിക്സ് ആയിട്ട് ഈ 2 ആറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ആയിട്ട് നമുക്ക് 2 മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. ലിത്തിയത്തിന്റെ 2s ഹൈഡ്രജന്റെ 1s തമ്മിൽ മിക്സ് ആയിട്ട് വി ഗെറ്റ് 2 മോളിക്കുലർ ഓർബിറ്റൽ. ഒരെണ്ണം ബോണ്ടിങ് ആയിരിക്കും, മറ്റേത് ആന്റി ബോണ്ടിങ് ആയിരിക്കും. നാച്ചുറലി ബോണ്ടിങ് വിൽ ബി ഹാവിംഗ് ലെസ് എനർജി കമ്പയർഡ് ടു ദി ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ ബോണ്ടിങ്ങിന് കമ്പൈൻ ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റൽസ് കാളും എനർജി കുറഞ്ഞതായിരിക്കും, ആന്റി ബോണ്ടിങ്ങിന് കമ്പൈൻ ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റൽസ് കാളും എനർജി കൂടുതലായിരിക്കും. പിന്നെ ലിത്തിയത്തിന്റെ 1s മോളിക്കുലർ ഓർബിറ്റൽ ഫോർമേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യില്ല, കാരണം അതിന് കമ്പൈൻ ചെയ്യാൻ വേറെ ഹൈഡ്രജന്റെ ആറ്റോമിക് ഓർബിറ്റൽസ് ഒന്നുമില്ല. അപ്പൊ ലിത്തിയത്തിന്റെ 1s atomic orbital will remain in a non-bonding state. അത് ബോണ്ട് ചെയ്യാതെ നോൺ ബോണ്ടിങ് സ്റ്റേറ്റിലായിരിക്കും അത് നിൽക്കുന്നത്. So that 1s electron will be in that 1s atomic orbital of lithium itself in the case of lithium hydride. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ഈ 1s 2s നമ്മൾ സാധാരണ ഹോമോന്യൂക്ലിയർ ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ഒരേ ലൈനിലാണ് ആറ്റോമിക് ഓർബിറ്റൽസ് 2p ആണെങ്കിൽ അപ്പുറത്തെ രണ്ടെണ്ണം 2p ഒരേ ലെവലിലായിരിക്കും. രണ്ട് ആറ്റത്തിന്റെ 2s ആറ്റോമിക് ഓർബിറ്റൽസ് ഒരേ ലൈനിലായിരിക്കും, സ്ട്രേറ്റ് ലൈനിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് ഓർബിറ്റൽസ് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും. എനർജി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്ന ഈ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹൈഡ്രജന്റെ 1s ലിഥിയത്തിന്റെ 2s കുറച്ച് താഴെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോ ഇത് കാണിക്കുന്നത് ഈ കാണിക്കുന്നത് ഈ ഹൈഡ്രജന്റെ 1s ലിഥിയത്തിന്റെ 2s എനർജി കുറവാണ്. പക്ഷെ ലിഥിയത്തിന്റെ 1s എനർജി കൂടിയതാണ് ഹൈഡ്രജന്റെ 1s. അപ്പൊ അതുകൊണ്ടാണ് ഈ ലിഥിയത്തിന്റെ 1s 2s ഏകദേശം ഇടയ്ക്കായിട്ടാണ് ഞാൻ ഹൈഡ്രജന്റെ 1s ഇട്ടേക്കണം. അത് എനർജി വൈസ് നോക്കിയിട്ടാണ്. അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹൈഡ്രജന്റെ 1s എനർജി ലിഥിയത്തിന്റെ 1s 2s ആറ്റോമിക് ഓർബിറ്റലിന്റെ ഏകദേശം ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അപ്പൊ വരയ്ക്കുമ്പോൾ ഏകദേശം 2s കുറച്ചടുത്തായിട്ട് വരയ്ക്കണേ, താഴെ അങ്ങോട്ട് വരയ്ക്കരുത്. 1s ആയിട്ട് മാച്ച് ആയി പോകരുത്. ഏകദേശം കൂടുതൽ മാച്ച് ആവുന്നത് ലിഥിയത്തിന്റെ 2s ആയതുകൊണ്ടാണ് ഇത് തമ്മിൽ മിക്സ് ആവും. അപ്പൊ ഇവിടെ മിക്സ് ആവുമ്പോൾ നമുക്ക് രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നു. അതിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എസും സിഗ്മ സ്റ്റാർ എസും. കാരണം ഇത് എസ് ഓർബിറ്റൽസ് ആണ് മിക്സ് ആവുന്നത്. 2s ആണ്, മറ്റേത് 1s ആണെങ്കിലും എസ് ഓർബിറ്റൽസ് തമ്മിലാണ് ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരെണ്ണത്തിന് സിഗ്മ എസും സിഗ്മ സ്റ്റാർ എസും. അപ്പൊ ഈ മോളിക്യൂളിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് വരും? ലിഥിയത്തിന്റെ 3 ഇലക്ട്രോൺസും ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ. അപ്പൊ 4 ഇലക്ട്രോൺസ് ആണ് ലിഥിയം ഹൈഡ്രൈഡിൽ ഉള്ളത്. അപ്പൊ ഈ 4 ഇലക്ട്രോൺസ് അവർ എനർജി ലെവൽ ഓഫ് ബാവ് റൂൾ അനുസരിച്ച് ഇൻക്രീസിങ് ഓർഡറിലാണ് ഫിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും എനർജി കുറഞ്ഞ 1s ആദ്യത്തെ 2 ഇലക്ട്രോൺസ് പോകുന്നത്. പിന്നെ ബാക്കി വരുന്ന 2 ഇലക്ട്രോൺസ് പിന്നെ എനർജി ഉള്ള സിഗ്മ എസ് ബോണ്ടിങ് സ്റ്റേറ്റ്. അപ്പൊ ഈ 1s ഈ ഇത് ആക്ച്വലി ഒരു ഡോൺ ബോണ്ടിങ് ഇതാണ്. ഇത് ആറ്റോമിക് ഓർബിറ്റിലാണ്. പക്ഷെ ഇപ്പൊ മോളിക്യൂൾ ആയതുകൊണ്ട് ലിഥിയം ഹൈഡ്രൈഡ് മോളിക്യൂൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇത് വെർച്വലി നോൺ ബോണ്ടിങ് സ്റ്റേറ്റ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് ആറ്റോമിക് ഓർബിറ്റൽ ഇറ്റ്സ്. ഇത് ലിഥിയത്തിന്റെ 1s തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ എനർജി താഴേക്ക് മുകളിലോട്ടൊന്നും വരയ്ക്കില്ല. അതേ ഇതില് സ്ട്രേറ്റ് ലൈൻ 1s അതേ നേരെ തന്നെ ഈ മോളിക്കുലർ ഓർബിറ്റൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, ബിക്കോസ് ഇറ്റ് ഇസ് എ നോൺ ബോണ്ടിങ് സ്റ്റേറ്റ്. പിന്നെ ഉള്ളത് സിഗ്മ എസിലോട്ട് പോകും. സിഗ്മ സ്റ്റാർ എസ് വിൽ ബി ഇൻ എ വേക്കന്റ്. സിഗ്മ സ്റ്റാർ എസ് വേക്കന്റ് ഫോമിലായിരിക്കും നിൽക്കുന്നത്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് അല്ല ലിഥിയം ഹൈഡ്രൈഡിന്റെ MO ഡയഗ്രാം. ഇവിടെ നമ്മൾ ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ലിഥിയം, റൈറ്റ് സൈഡിൽ ആറ്റോമിക് ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ. അതെങ്ങനെ ഷിഫ്റ്റ് വേണമെങ്കിൽ ലിഥിയത്തിന് ഇവിടെ വരയ്ക്കാം, ഹൈഡ്രജൻ ഇപ്പുറത്ത് വരയ്ക്കാം. അതിന് വേറെ ഇതൊന്നുമില്ല, ഓർഡറിംഗ് ഒന്നുമില്ല. പക്ഷെ വരയ്ക്കുമ്പോൾ ഈ എനർജി ലെവൽസ് നോക്കണം, അതിന്റെ സീക്വൻസ് നോക്കണം. അത് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ ഇതില് നടുക്ക് വരുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫ് ലിഥിയം ഹൈഡ്രൈഡ്. ഇവിടെ നമ്മളെ എനർജി എന്ന് പറയുന്ന ഒരു ആരോ മാർക്ക് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ MO ഡയഗ്രാം, ലിഥിയം ഹൈഡ്രൈഡിന്റെ MO ഡയഗ്രാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ 2 - 0 ആണ് by 2. Number of electrons in the bonding molecular orbital minus number of electrons in the anti-bonding molecular orbitals divided by 2. അപ്പൊ ഇതില് ഈ 2 ഇലക്ട്രോൺസ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് മോളിക്കുലർ ഓർബിറ്റൽസ് അല്ല, ദാറ്റ് ഈസ് ഇൻ ദ ആറ്റോമിക് ഓർബിറ്റൽസ്. അപ്പൊ ഈ 2 ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, കാരണം അത് ആറ്റോമിക് ഓർബിറ്റൽസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഈ 2 ഇലക്ട്രോൺസ് ആണ്, കാരണം അത് മാത്രമേ നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആന്റി ബോണ്ടിങ്ങിൽ ഒന്നുമില്ല. 2 - 0 by 2, that is 2. That is indicates that the bond between lithium and hydrogen is a single bond, and you can see that it is diamagnetic because it does not contain any unpaired electrons. Okay. അപ്പൊ ഇതാണ് ലിഥിയം ഹൈഡ്രൈഡിന്റെ MO ഡയഗ്രാം. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ. Now we go to the next അടുത്ത 2 കോംപ്ലക്സ് ആയിട്ടുള്ള ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. വെർച്വലി ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ, കോർഡിനേഷൻ കെമിസ്ട്രിയിലൊക്കെ ആയിട്ട് ലിഗാൻഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഇപ്പൊ കോമൺ ലിഗാൻഡ്സ് ആയിട്ട് വരുന്ന കാർബൺ മോണോക്സൈഡും നൈട്രിക് ഓക്സൈഡ് NO. അപ്പൊ അതിന്റെ MO ഡയഗ്രാംസ് ആണ്. നിങ്ങൾ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡീൽ ചെയ്തിട്ടുണ്ടോ കോർഡിനേഷൻ ഇതിലൊക്കെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നതിൽ ഇതിന്റെ MO ഡയഗ്രാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അപ്പൊ ഇവിടെ കാർബൺ മോണോക്സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാർബണും ഓക്സിജൻ ആണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്ന ഇത്. അപ്പൊ ഇതില് കാർബണ്
6 ഇലക്ട്രോൺസ്, ഓക്സിജന് 8 ഇലക്ട്രോൺസ്. അപ്പൊ 8+6 കാർബണിന്റെ 6 ഇലക്ട്രോൺസും ഓക്സിജന്റെ 8 ഇലക്ട്രോൺ. അപ്പൊ 14 ഇലക്ട്രോൺസ് ആണ് കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൽ ഉള്ളത്. ഈ 14 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് അതിന്റെ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഓരോന്നായിട്ട് ഓഫ് ബാർ റൂൾ അനുസരിച്ച് നമ്മൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. 1s2 2s2 2p2 ആയിട്ട് വരയ്ക്കും. അപ്പൊ 1s2 2s2 2p2 ആണ് കാർബണിന്റെ കോൺഫിഗറേഷൻ. അപ്പൊ ആദ്യം 1s2 ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 2s2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1s നമ്മൾ സാധാരണ കാണിക്കേണ്ട ആവശ്യമില്ല, കാണിച്ചാലും കുഴപ്പമില്ല, കാണിച്ചാലും കുഴപ്പമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2s ഉം 2p ലാണ്. അപ്പൊ പിന്നെ വരുന്ന 2 ഇലക്ട്രോൺസ് 2s2, പിന്നെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അത് 3 ഈ 2pയുടെ 4 സബ്ഷെല്ലിലെ ഏതെങ്കിലും ഒരെണ്ണത്തില് ഇതുകൊണ്ട് 3 സബ്ഷെല്ലിലുള്ള ഇതിൽ കൊണ്ട് ഫില്ല് ചെയ്യുക. 2 ഇലക്ട്രോൺസ് ഹൺസ് റൂൾ അനുസരിച്ച് ആദ്യം px പോകും, അത് കഴിഞ്ഞ് py. അത് ഓർഡറിങ് ഇതൊന്നുമില്ല, വേണമെങ്കിൽ pz ആദ്യം ഫില്ല് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് py. എനിവേ ഏതെങ്കിലും 2 എണ്ണം ഈക്വൽ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പൊ ഞാൻ ഫില്ല് ചെയ്ത് 2s ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 2 ഇലക്ട്രോൺസ് ഈക്വൽ ആയിട്ട് 2 p ഓർബിറ്റൽസിലോട്ടും ഞാൻ ആഡ് ചെയ്തു. പിന്നെ വരുന്നു ഓക്സിജന്റെ. ഓക്സിജന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ് ഓക്സിജന്റെ കോൺഫിഗറേഷൻ. അപ്പൊ ആദ്യം 1s ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ 2s ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 4 ഇലക്ട്രോൺസ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ 2p ഓർബിറ്റൽസ്. 3 എണ്ണം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ടുവിടുക, ഒന്നെങ്കിൽ pz-ലോ അല്ലെങ്കിൽ px-ലോ അല്ലെങ്കിൽ py-ലോ അതുകൊണ്ട് ആഡ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഇത് ഇട്ടേക്കുന്ന സെറ്റിലാണ്. ഇനി ഇതിനെ 2px 2py റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യമില്ല, വെറുതെ 2p ഇവിടെ ഇട്ടാലും മതി. px py pz എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല, വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വെറുതെ ഇവിടെ 2p എന്ന് എഴുതിയാൽ മതി. ഏത് കാരണം px py ഏതാ pz എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബണും ഓക്സിജനുമാണ്. വിച്ച് ഈസ് ഹാവിംഗ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഏതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, കാർബൺ ആണോ ഓക്സിജൻ ആണോ? ഏതിനാണ്? ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആറ്റോമിക് ഓർബിറ്റൽസിന് എനർജി കുറച്ച് കുറവായിരിക്കും കമ്പയർഡ് ടു കാർബൺ. ബിക്കോസ് ഓഫ് ദി ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ, the atomic orbitals of oxygen will be having less energy compared to the atomic orbitals of carbon. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ലിഥിയം ഹൈഡ്രൈഡ് എഴുതിയപ്പോ നമ്മൾ വരച്ച പോലെ ഇവിടെ ഈ എനർജി ലെവൽസ് കുറച്ച് താഴ്ത്തി വരും. ഏതാണ് എനർജി കുറഞ്ഞ ഓക്സിജന്റെ ലെവൽസ്, ആറ്റോമിക് ഓർബിറ്റൽസിന്റെ ഇത് കുറച്ച് താഴ്ത്തി വേണം വരയ്ക്കാനായിട്ട്. അതായത് കാർബണിന്റെ നേരെ തന്നെ വരയ്ക്കരുത്. അതായത് ഓക്സിജന്റെ 2s കാർബണിന്റെ 2s-നേക്കാളും എനർജി കുറവായിരിക്കും. അതേപോലെ തന്നെ ഓക്സിജന്റെ 2p ഓർബിറ്റൽസ് കാർബണിന്റെ 2p ഓർബിറ്റൽസിനെക്കാളും എനർജി കുറവായിരിക്കും. കാരണം അത് ഏതിനാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, ഈ 2 ഹെറ്ററോന്യൂക്ലിയർ ആറ്റം മോളിക്യൂൾസിന് ഏതിനാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ അതിന്റെ ആറ്റോമിക് ഓർബിറ്റൽസിനായിരിക്കും എനർജി കുറവ്. അപ്പൊ അതിന്റെ ആറ്റോമിക് ഓർബിറ്റൽസ് കുറച്ച് താഴ്ത്തി വേണം നമുക്ക് വരയ്ക്കാൻ. കാരണം ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന്റെ അടുത്തായിരിക്കും ഈ ഇലക്ട്രോൺസ് കൂടുതൽ റിസൈഡ് ചെയ്യുന്നത്. നമ്മൾ കോവാലന്റ് ബോണ്ട് പറയുമ്പോൾ ഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എങ്കിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന്റെ കൂടെ ആയിരിക്കും ഇലക്ട്രോൺസ് കൂടുതൽ നേരം റിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജി കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇങ്ങനെ താഴ്ത്തി വരയ്ക്കുന്നത്. അപ്പൊ ഇതില് മറ്റേ പറഞ്ഞ പോലെ ഓക്സിജന്റെ ഇത് 2s കാർബണിന്റെ 2s-നേക്കാളും കുറച്ച് താഴ്ത്തി നമ്മൾ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഓക്സിജന്റെ 2p ഓർബിറ്റൽസ് കാർബണിന്റെ 2p ഓർബിറ്റൽസിനെക്കാളും എനർജി കുറച്ച് താഴ്ത്തിയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് നമ്മൾ എഴുതും. ഇതിന്റെ മോളിക്കുലർ ഓർബിറ്റൽസ് ചെയ്യുമ്പോൾ ഈ ലെവലിംഗ് എന്ന് പറയുന്നത് ഏകദേശം ബോറോൺ കാർബൺ നൈട്രജൻ ആ ഒരു ഓർഡറാണ്
ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ആദ്യം സിഗ്മ 1s, അത് കഴിഞ്ഞ് സിഗ്മ സ്റ്റാർ 1s, പിന്നെ സിഗ്മ 2s, പിന്നെ സിഗ്മ സ്റ്റാർ 2s, പിന്നെ പൈ 2px, പിന്നെ പൈ 2py. അത് ബോറോൺ കാർബൺ നൈട്രജൻ പോലെ തന്നെയാണ്. ഹെറ്ററോന്യൂക്ലിയർ ഒക്കെ എഴുതുമ്പോൾ ഈ ഓർഡറിംഗ് ആണ് വരുന്നത്. ഓക്സിജൻ ഫ്ലോറിൽ മാത്രമേ ആ വ്യത്യാസം വരുന്നുള്ളൂ, ഈ ഒരു ഇതിൽ വ്യത്യാസം വരുന്നത്. ബാക്കി ഹോമോന്യൂക്ലിയറും ഹെറ്ററോന്യൂക്ലിയർ എടുത്തു കഴിഞ്ഞാലും ഇതാണ്. പൈ 2px-നാണ് എനർജി കുറവ്. പൈ 2px പൈ 2py എനർജി കുറവ്. പിന്നെ വരുന്നത് സിഗ്മ 2pz, പിന്നെ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py ആൻഡ് സിഗ്മ സ്റ്റാർ 2pz. ഇനി ഇതിൽ വരുന്ന 14 ഇലക്ട്രോൺസ്, കാർബൺ മോണോക്സൈഡിൽ 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനെയാണ് നമുക്ക് ഈ മോളിക്കുലർ ഓർബിറ്റിൽ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം 2 ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? സിഗ്മ 1s പോകും. പിന്നെ 2 ഇലക്ട്രോൺസ് സിഗ്മ സ്റ്റാർ 1s പോകും. പിന്നെ 2 ഇലക്ട്രോൺ സിഗ്മ 2s പോകും. പിന്നെ 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 2s പോകും. പിന്നെ ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള ഈ പൈ ഓർബിറ്റൽസിലോട്ടാണ് ബാക്കി 4 ഇലക്ട്രോൺസ് പോകുന്നത്. പിന്നെ അവസാനം വരുന്ന 2 ഇലക്ട്രോൺ വിൽ ബി അക്കൗണ്ടഡ് ഇൻ ദ സിഗ്മ 2pz എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കേസ്. അപ്പൊ ഇതിന്റെ ഹോമോ എന്ന് പറയുന്നത് സിഗ്മ 2pz ആണ്, ഹയസ്റ്റ് ഓക്യുപൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഹോമോ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ സിഗ്മ 2pz ഉം, ലൂമോ എന്ന് പറയുന്നത് ലോവസ്റ്റ് അൺഒക്യുപൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py. അതായത് ഇതിന്റെ ഹോമോ ആൻഡ് ദിസ് ടു ഇസ് ലൂമോ. പൈ സ്റ്റാർ 2py ആണ് ഇതിന്റെ കേസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഈ മോളിക്കുലർ ഓർബിറ്റൽ നോക്കുക, സിഗ്മ 2s. സിഗ്മ 2sന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ആക്ച്വലി മിക്സ് ആയി വരുന്നത് കാർബണിന്റെ 2sഉം ഓക്സിജന്റെ 2sഉം തമ്മിലാണ് മിക്സ് ആയി വരുന്നത്. പക്ഷെ എനർജി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ മോളിക്കുലർ ഓർബിറ്റലിൽ എനർജി ആയിട്ട് കൂടുതൽ മാച്ച് ആവുന്നത് ഏതാണ്? കാർബണിന്റെ 2s ആണോ ഓക്സിജന്റെ 2s ആണോ കൂടുതൽ മാച്ച് ആവുന്നത്? അതായത് ഈ 2s സിഗ്മ 2s എന്ന് പറയുന്ന ഈ മോളിക്കുലർ ഓർബിറ്റലിന്റെ എനർജി കൂടുതൽ മാച്ച് ആയിട്ട് വരുന്നത്, അല്ലെ എനർജി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ആറ്റോമിക് ഓർബിറ്റൽ എനർജിയാണ് അതിന്റെ എനർജി ആയിട്ട് കൂടുതൽ മാച്ച് ആവുന്നത്? അതായത് കാർബണിന്റെ 2s ആണോ ഓക്സിജന്റെ 2s ആണോ കൂടുതൽ മാച്ച് ആവുന്നത്? അതിന്റെ എനർജി അടുത്ത് വരുന്നത് ഏതായിരിക്കും? ഓക്സിജന്റെ 2s ആണ് എനർജി വൈസ് ഈ മോളിക്കുലർ ഓർബിറ്റലിലെ എനർജി ആയിട്ട് കൂടുതൽ മാച്ച് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഓക്സിജന്റെ 2s നിന്നായിരിക്കും. ഇനി ആന്റിബോണ്ടിങ് നോക്കാം. ആന്റിബോണ്ടിങ് സിഗ്മ സ്റ്റാർ 2s നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എനർജി വൈസ് ആയിട്ട് മാച്ച് ആവുന്നത് ഓക്സിജന്റെ 2s ആണോ കാർബണിന്റെ 2s ആണോ? കാർബണിന്റെ 2s ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് കാർബണിന്റെ 2s ആറ്റോമിക് ഓർബിറ്റലിൽ നിന്നായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെ എനർജി വൈസ് മാച്ച് കൂടുതൽ മാച്ച് ആവുന്ന അനുസരിച്ച് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഓക്സിജന്റെ 2s നിന്നും, ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ കാർബണിന്റെ ആറ്റോമിക് ഓർബിറ്റലിൽ നിന്നും. അത് ഏത് മോളിക്കുലർ ഓർബിറ്റൽ, ഇതിപ്പോ ഞാൻ 2s എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ പൈ 2px അല്ലെങ്കിൽ സിഗ്മ ഏത് എടുത്തു കഴിഞ്ഞാലും ഇതാണ് ഇതിന്റെ കോൺസിക്വൻസ്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡിന്റെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഓക്സിജന്റെയും, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് കാർബണിന്റെ ആറ്റോമിക് ഓർബിറ്റൽസ് എന്നായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മറ്റൊരു രീതി പറയാം, ഇലക്ട്രോൺസ് ഈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് കൂടുതൽ റിസൈഡ് ചെയ്യുന്നത് ഓക്സിജന്റെ അടുത്തായിരിക്കും. നേരെ മറിച്ച് ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് കൂടുതൽ റിസൈഡ് ചെയ്യുന്നത് കാർബണിന്റെ അടുത്തായിരിക്കും. ഇതാണ് സിറ്റുവേഷൻ. കാരണം മോളിക്കുലർ ഓർബിറ്റൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ കൂടുതൽ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ വരുന്നത് ഓക്സിജനിൽ നിന്നാണ്. ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത് കാർബണിൽ നിന്നാണ്. അപ്പൊ ഇലക്ട്രോൺസ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് കൂടുതൽ റിസൈഡ് ചെയ്യുന്നത് ഓക്സിജന്റെ അടുത്തും, ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് കൂടുതൽ റിസൈഡ് ചെയ്യുന്നത് കാർബണിന്റെ അടുത്തായിരിക്കും. ഇതാണ് കേസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷെ ഇത് ഞാൻ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നാച്ചുറലി ഇതൊരു പഴയ നൊട്ടേഷൻ ആണ്. നമുക്ക് പുതിയ നൊട്ടേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. പുതിയ നൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് പുതിയ നൊട്ടേഷൻ. ഇനി ഞാൻ മറ്റേൽ പറഞ്ഞ ഈ ഹോമോന്യൂക്ലിയർ ഡാറ്റമോളിക്യൂൾസിലെ കോൺഫിഗറേഷൻ ആയിട്ട് ഇതിന്റെ വരുന്ന വ്യത്യാസം എന്താണ്?
ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഈ ഓക്സിജൻ നൈട്രജന്റെ ഒക്കെ കേസിൽ എഴുതിയ പോലെ അതും ഇതുമായിട്ട് അതിന്റെ പുതിയ നൊട്ടേഷനും ഇതിന്റെ പുതിയ നൊട്ടേഷനും എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഇത് നോക്കണ്ട, ഇത് പഴയ നൊട്ടേഷൻ, അത് രണ്ടിലും ഒരേപോലെയാണ്. ഇതാ ഈ ഒരു കോൺഫിഗറേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ജെറൈഡും അൺജെറൈഡും ഇതിൽ കാണുന്നില്ല. ഞാൻ ഈ ഓക്സിജന്റെ കേസ് കണ്ടോ, GU GU ഇങ്ങനെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ആ ജെറൈഡും അൺജെറൈഡും ഇല്ല, മിസ്സിംഗ് ആണ്. അതെവിടെ പോയി? എന്തുകൊണ്ട് ഞാൻ ആ ജെറൈഡും അൺജെറൈഡും എഴുതിയില്ല? സെന്റർ ഓഫ് സിമെട്രി. യാ, വെരി ഗുഡ്. ഇതില് സെന്റർ ഓഫ് സിമെട്രി ഇല്ല. ഹോമോന്യൂക്ലിയർ ഡാറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. ഈ കേസിലാണ് ഹെറ്ററോന്യൂക്ലിയർ ഡാറ്റോമിക് മോളിക്യൂൾസ് സെന്റർ ഓഫ് സിമെട്രി ഇല്ല. സെന്റർ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂൾസിന്റെ കേസിൽ നമുക്ക് ഈ ജെറൈഡും അൺജെറൈഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെന്റർ ഓഫ് സിമെട്രി ഇല്ലാത്ത മോളിക്യൂൾസിൽ ഈ ജെറൈഡും അൺജെറൈഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ കോംപ്ലക്സ് ഒക്ടാഹെഡ്രലും ടെട്രാഹെഡ്രൽ പറയുമ്പോൾ സ്പ്ലിറ്റിംഗ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ T2Gയും EG പറയും ഒക്ടാഹെഡ്രലിൽ. മറ്റേതില് ടെട്രാഹെഡ്രൽ പറയുമ്പോൾ T2E ആണ് പറയുന്നത്. അവിടെ G നൊട്ടേഷൻ പറയുന്നില്ല. കാരണം ഇത് തന്നെയാണ്, ടെട്രാഹെഡ്രലിന് സെന്റർ ഓഫ് സിമെട്രി ഇല്ല, ഒക്ടാഹെഡ്രലിന് സെന്റർ ഓഫ് സിമെട്രി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. ഹെറ്ററോന്യൂക്ലിയർ ഡാറ്റോമിക് മോളിക്യൂൾസ് വരുമ്പോൾ അവിടെ സെന്റർ ഓഫ് സിമെട്രി ഇല്ല. അപ്പൊ അവിടെ ഈ Gയും U നൊട്ടേഷൻ കൊടുക്കുന്നത് അബദ്ധമാണ്. കാരണം ഒരിക്കലും നമുക്ക് Gയും U നൊട്ടേഷൻ അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെറ്ററോന്യൂക്ലിയർ ഡാറ്റോമിക് മോളിക്യൂൾസ് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ ആ Gയും U നൊട്ടേഷൻ അങ്ങോട്ട് മാറ്റിക്കളയും. എന്നിട്ട് സീക്വൻഷ്യൽ ആയിട്ട് പിന്നെ നമ്മൾ ഇതിനെ നമ്പർ ആയിട്ട് പറയും. മറ്റേതില് Gയും U കൊടുക്കുമ്പോൾ നമുക്ക് ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ് ഏതാ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ G ആണെങ്കിൽ ജെറൈഡ്, U അൺജെറൈഡ്. അപ്പൊ 2s കേസിലൊക്കെ അല്ലെങ്കിൽ 1s കേസിൽ G ആണ് ബോണ്ടിങ്, U ആണ് ആന്റി ബോണ്ടിങ്. പൈ ബോണ്ടിങ്ങിൽ വരുമ്പോൾ നേരെ തിരിച്ചു വരും, U ബോണ്ടിങ്ങും ജെറൈഡ് ആയിരിക്കും ആന്റി ബോണ്ടിങ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഏതാ ബോണ്ടിങ് ആന്റി ബോണ്ടിങ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ അതിനെ ഒരു സീക്വൻഷ്യൽ ആയിട്ട് ഓരോ രീതിയിൽ നമ്മൾ ഒരേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ചെയ്യാണ്. ഇതിന് ആദ്യത്തെ ജെറൈഡ് വരുമ്പോൾ 1, പിന്നെ രണ്ടാമത്തെ ജെറൈഡ് 2, സിഗ്മ ബോണ്ടിങ് ജെറൈഡിന് 2 എന്ന് നമ്മൾ നമ്പർ ചെയ്യും. പിന്നെ ആദ്യത്തെ അൺജെറൈഡ് വരുമ്പോൾ 1 സിഗ്മ U, പിന്നത്തെ രണ്ടാമത്തെ സിഗ്മ അൺജെറൈഡ് വരുമ്പോൾ 2 സിഗ്മ U. അങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജെറൈഡും അൺജെറൈഡ് നമ്പർ അങ്ങനെ പറയാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സീക്വൻസ് ആയിട്ട് നമ്മൾ നമ്പർ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബോണ്ടിങ് ആന്റി ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ 1 സിഗ്മ 2, പിന്നെ അടുത്ത രണ്ടാമത്തെ സിഗ്മ മോളിക്യുലർ ഓർബിറ്റൽ അതിന് 2 സിഗ്മ 2 എന്ന് പറയും. ആക്ച്വലി ആ 2 സിഗ്മ 2 എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാർ 1s ആണ്. അത് അടുത്ത ആന്റി ബോണ്ടിങ് ആണ്. പക്ഷെ അവിടെ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് 2 സിഗ്മ, ഈ Gയും U പറയാത്തതുകൊണ്ടാണ് അതിന് പിന്നെ കണ്ടിന്യൂസ് ഇത് ഒരേപോലെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ 2 സിഗ്മ U, പിന്നെ അടുത്ത ഇത് വരുന്നത് സിഗ്മ 2s2 ആണ്. അപ്പൊ അതിനെ നമ്മൾ 3 സിഗ്മ 2 എന്ന് പറയും. പിന്നെ വരുന്ന സിഗ്മ സ്റ്റാർ 2s2 ആണ്. അതിനെ 4 സിഗ്മ 2 എന്ന് എഴുതും. പിന്നെ നമ്മുടെ ആദ്യത്തെ പൈ ഓർബിറ്റിലാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ പൈ ഓർബിറ്റിൽ ആയതുകൊണ്ട് പിന്നെ അത് അപ്പൊ 1 പൈ എന്ന് പറയും. 1 പൈ എക്സും 1 പൈ വൈ എന്ന് പറയും. 2 എന്ന് പറയും. പിന്നെ അടുത്ത സിഗ്മ മോളിക്യുലർ ഓർബിറ്റ്, അതായത് ഇപ്പൊ അത് സിഗ്മ 2p സെറ്റ് ആണ്. അത് 5 സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ നമ്പർ. ഇതാണ് പുതിയ നൊട്ടേഷൻ. അപ്പൊ അവിടെ ഇപ്പൊ ഈ കേസിൽ Gയും U പോലും ഇല്ല. നേരത്തെ സ്റ്റാർ പോയി, ഇപ്പൊ ഇതില് Gയും U എന്ന് പറയുന്ന നൊട്ടേഷൻ പോയി. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇതിനെ നമ്പർ ചെയ്യുന്നത്. പിന്നെ Gയും U ഇല്ലാത്ത കാരണം ബോണ്ടിങ് ആന്റി ബോണ്ടിങ് എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പൊ അതിനെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ നമ്പർ ചെയ്യുന്നത്. പൈ വരുമ്പോൾ ഫസ്റ്റ് നമ്പർ 1, ആദ്യത്തെ പൈ ഓർബിറ്റ് കാണിക്കാൻ വേണ്ടി 1 പൈ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ നമ്പർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ കോൺഫിഗറേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ആന്റി ബോണ്ടിങ് ഹോൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഇതിൽ 14 ഇലക്ട്രോൺസ്, 14 ഇലക്ട്രോൺസിൽ എത്ര എണ്ണം ബോണ്ടിങ്ങിൽ ഉണ്ടാവും? ഇത് ബോണ്ടിങ് 2, ഇത് ബോണ്ടിങ് 4, ഇത് 2 എണ്ണം ബോണ്ടിങ് 8, ആൻഡ് ദിസ് വൺ അഗൈൻ ബോണ്ടിങ്. അപ്പൊ 10 ഇലക്ട്രോൺസ് ആണ് കാർബൺ മോണോക്സൈഡിൽ ബോണ്ടിങ്
ഇതിലുള്ള ബാക്കി അപ്പൊ എന്ന് പറഞ്ഞാൽ ബാക്കി 4 4 വിൽ ബി ഇൻ ദ ആന്റിബോണ്ടി. അപ്പൊ 10-4/2 again that will get a bond order of 3, which represents that the bond between the carbon and oxygen is a triple bond. And if you check the magnetic property, we can say that it does not contain any unpaired electron. So you can very well say that this molecule is diamagnetic and it is found to be so. ഈ മോളിക്യൂൾ ഡയമാഗ്നറ്റിക് ആയിരിക്കും. നാച്ചുറലി നമ്മൾ നോക്കിക്കാൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയമാഗ്നറ്റിക് തന്നെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് കാർബൺ മോണോക്സൈഡിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് MO ഡയഗ്രം. ഇനി നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ നൈട്രിക് ഓക്സൈഡ് NO മോളിക്യൂളുടെ മോളിക്യൂൾ ഓർബിറ്റൽ ഡയഗ്രം. ആകെയുള്ള വ്യത്യാസം ഇവിടെ കാർബൺ പകരം നൈട്രജൻ വരും എന്ന്. ഇപ്പൊ ഇവിടെ മറ്റേ പറഞ്ഞ പോലെ തന്നെ നൈട്രജന്റെ ആറ്റോമിക് ഓർബിറ്റൽസ് നോക്കി കഴിഞ്ഞാൽ ഓക്സിജനും നൈട്രജൻ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ അതിന്റെ ആറ്റോമിക് ഓർബിറ്റൽസ് നൈട്രജന്റെ കറസ്പോണ്ടിങ് ആറ്റോമിക് ഓർബിറ്റൽസിനെക്കാളും എനർജി കുറവായിരിക്കും. അപ്പൊ കുറച്ച് താഴ്ത്തി വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടി. പിന്നെ ഇതിന്റെ ഓർബിറ്റൽസ് ഓർഡറിങ് മറ്റേപോലെ തന്നെയാണ്. σ1s, പിന്നെ σ*, പിന്നെ σ2s, പിന്നെ σ*2s, പിന്നെ π2px, π2py, σ2px. അത് NO പോലെ തന്നെ CO കാർബൺ മോണോക്സൈഡ് പോലെ തന്നെ π2px, π2py, this one. അപ്പൊ ഇനി ഇതിന്റെ ഇലക്ട്രോൺസ് നോക്കിക്കഴിഞ്ഞാൽ നൈട്രജനിൽ 7 ഇലക്ട്രോൺസ് ആണ്, ഓക്സിജന് 8 ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ 15 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. കാർബൺ മോണോക്സൈഡിൽ 14 ആയിരുന്നു, ഇവിടെ വരുമ്പോൾ 15 ഇലക്ട്രോൺസ് വരും. അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടി 14 നിന്ന് 15 ആവും. CO നിന്ന് NO-ലോട്ട് പോകുന്നു. അപ്പൊ 15 ഇലക്ട്രോൺസ് ആണ് നൈട്രിക് ഓക്സൈഡിൽ ഉള്ളത്. അപ്പൊ 15 ഇലക്ട്രോൺസിന് നമ്മൾ ഇത് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 14 ഇലക്ട്രോൺസ് ഇവിടെ വരുമ്പോൾ കാർബൺ ഓക്സൈഡ് പോലെ ഈ മോളിക്യൂൾ ഓർബിറ്റൽസ് ഫില്ലായി. പിന്നെ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന 15ാമത്തെ ഇലക്ട്രോൺ വിൽ ബി ഗോയിങ് ഇൻടു എനി ഓഫ് ദി ഡീജനറേറ്റ് പൈ സ്റ്റാർ ആന്റിബോഡി മോളിക്കുലർ ഓർബിറ്റൽസ്, പൈ സ്റ്റാർ ടു px അല്ലെങ്കിൽ ഏതെങ്കിലും ആകെ ഒരെണ്ണേ ഉള്ളൂ. അതൊന്ന് ഇവിടെ ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും ഫിൽ ചെയ്യാം. ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ജസ്റ്റ് ഇപ്പൊ ഇതിൽ ഞാൻ പൈ സ്റ്റാർ ടു px കൊണ്ടിട്ടു, പൈ സ്റ്റാർ ടു pyയിലായാലും ഒരു ഡിഫറൻസ് വരും. അപ്പൊ ഇതാണ് കേസ്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ മോളിക്യൂലർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പൊ ഇതിന്റെ ബോണ്ട് ഓർഡർ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അത് എഴുതാം. ഇത് ഞാൻ ആദ്യം പഴയ നൊട്ടേഷൻ എഴുതാം. ആൻഡ് ദിസ് വൺ ഈസ് ന്യൂ നൊട്ടേഷൻ. ഇപ്പോ നിങ്ങൾക്ക് ആദ്യം പുതിയ നൊട്ടേഷൻ കൺഫ്യൂസിംഗ് ആണെങ്കിൽ ആദ്യം പഴയ നൊട്ടേഷൻ എഴുതാം. പുതിയ അത് കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് പുതിയ നൊട്ടേഷൻ എഴുതിയാൽ മതി. ആദ്യമേ പുതിയ നൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരും. First of all, write the most familiar old notation for the configuration, then write new notation. അപ്പൊ ഇതാണ് 5σ2. പിന്നെ വരുന്ന ഒരു ഇലക്ട്രോൺ π2px അല്ലെങ്കിൽ വൈബിലോ. ഇത് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക, മറ്റേത് വെക്കേണ്ടതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പുതിയ നൊട്ടേഷൻ അനുസരിച്ച് അതിന്റെ കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ ഇങ്ങനെ ഇതാണ് നൈട്രിക് ഓക്സൈഡിന്റെ മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം. ഇനി അതിന്റെ ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി സംഭവിക്കുന്നത്? 10-5/2 വരും. കാരണം മറ്റേല് 10-4/2 ആയിരുന്നു. ഇതിൽ ഒരു ഇലക്ട്രോൺ ആന്റിബോഡിയിൽ വരുന്നുണ്ട്, അഡീഷണൽ ഇലക്ട്രോൺ. അപ്പോ 10-5/2 വരും, which is 2.5. So that's a bond order of 2.5 ആയിരിക്കും അതിന്റെ ബോണ്ട് ഓർഡർ. ഈ ബോണ്ട് ഓർഡർ ഇന്റിജർ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ ഫ്രാക്ഷൻ. 1, 2, 3 തന്നെ ആവണമെന്നില്ല, ഫ്രാക്ഷനും വരും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. നൈട്രിക് ഓക്സൈഡ് അതിന്റെ ബോണ്ട് ഓർഡർ ഫ്രാക്ഷൻ ആണ്. 2.5 ആണ് അതിന്റെ ബോണ്ട് ഓർഡർ. ആൻഡ് വാട്ട് അബൌട്ട് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി? NO ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? പാരാമാഗ്നറ്റിക് ആയിരിക്കും. കാരണം ഇതാണ്, കാരണം അതിനൊരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി CO മോളിക്യൂളും NOയും കാർബൺ ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ? ഏതിനായിരിക്കും? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. എന്താ കാരണം? എന്തായിരിക്കും കാരണം? NO ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ്
ആന്റി ബോണ്ടിങ്ങിൽ അതാണ്. ആന്റി ബോണ്ടിങ്ങിൽ അതിനൊരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, മറ്റേ അതില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സ്റ്റെബിലിറ്റി നമ്മൾ ബോണ്ട് ഓർഡറിലാണ് പറയുന്നത്. ഗ്രേറ്റർ ദി ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദി സ്റ്റെബിലിറ്റി. ബോണ്ട് ഓർഡർ കൂടി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിയും കൂടും. കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ ബോണ്ട് ഓർഡർ 3 ആണ്, NOയുടെ കേസിൽ അത് 2.5 ആണ്. 3 is greater, so we can say that carbon monoxide has greater stability than nitric oxide. The stability wise നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ബോണ്ട് ഓർഡർ കണ്ട് കിട്ടുകയായി. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പാരാമാഗ്നറ്റിക്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതാണ് ഇനി നമ്മൾ ലാസ്റ്റ് മോളിക്യൂൾ വിച്ച് ഈസ് HF. ഏറ്റവും അവസാനത്തെ നമ്മുടെ ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റം മോളിക്യൂൾ. നമ്മുടെ ഡയറ്റം പറയുമ്പോൾ വരുന്ന ഏറ്റവും HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. HFന്റെ കേസിൽ ഇപ്പൊ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജനും ഫ്ലൂറിനുമാണ്. ഹൈഡ്രജനും ഫ്ലൂറിൻ. അപ്പൊ ഇതില് ഹൈഡ്രജന് കോൺഫിഗറേഷൻ 1s1, ഫ്ലൂറിന്റെ 9. അപ്പോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിൻ ഹാസ് 9 ഇലക്ട്രോൺസ് ആണ് ഫ്ലൂറിനുള്ളത്, ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ HFൽ 10 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ ഈ 10 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് ഇതിന്റെ മോളിക്യൂലർ ഓർബിറ്റിൽ ഫിൽ ചെയ്യേണ്ടത്. ഇനി ആദ്യം തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് എനർജി വൈസ് ഏതാണ് ഫ്ലൂറിന്റെ ഏത് ആറ്റോമിക് ഓർബിറ്റിലാണ് ഹൈഡ്രജന്റെ ആറ്റോമിക് ഓർബിറ്റായിട്ട് മിക്സ് ആണ്. ഹൈഡ്രജൻ ആകെ 1s ഉള്ളൂ. അപ്പൊ ഹൈഡ്രജന്റെ 1s ആയിട്ട് മിക്സ് എനർജി വൈസ് മാച്ച് ആവുന്ന ഫ്ലൂറിന്റെ ഏത് ആറ്റോമിക് ഓർബിറ്റിലാണ് എന്ന് ആദ്യം പറയാം. ഫ്ലൂറിന് ഭയങ്കര ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. അപ്പോൾ ഹൈഡ്രജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി. HF തമ്മിലുള്ള ഹൈഡ്രജൻ ഫ്ലൂറിൻ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ വ്യത്യാസമാണ്. അപ്പൊ ഇതില് ഹൈഡ്രജന്റെ 1s ആയിട്ട് മാച്ച് ആവുന്നത് ഫ്ലൂറിന്റെ 2pz ആണ്. ഫ്ലൂറിന്റെ 1sഓ 2sഓ ഒരിക്കലും ഹൈഡ്രജന്റെ 1s ആയിട്ട് മാച്ച് ആവില്ല. കാരണം അതിന്റെ എനർജി വളരെ കുറവാണ്, താഴെയാണ്. ഹൈഡ്രജന്റെ 1s ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിന്റെ 1sന്റെയും 2sന്റെയും എനർജി ആറ്റോമിക് ഓർബിറ്റിൽ എനർജി വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എനർജി വൈസ് അത് മാച്ച് ആവില്ല. സിമെട്രി മാച്ച് ആവുമെങ്കിലും എനർജി വൈസ് അത് മാച്ച് ആവില്ല. പിന്നെ സിമെട്രി എനർജി വൈസ് അല്പമെങ്കിലും മാച്ച് ആവുന്നത് ഫ്ലൂറിന്റെ 2pz 1s ആയിട്ട് മാച്ച് ആവും. അപ്പൊ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ 1sഉം ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നത് ഹൈഡ്രജന്റെ 1sഉം ഫ്ലൂറിന്റെ 2pzഉം തമ്മിലാണ് മിക്സ് ആവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിന്റെ 1sഉം ഫ്ലൂറിന്റെ 2sഉം ഓവർലാപ്പ് ചെയ്യാത്ത, ബോണ്ട് ഫോം ചെയ്യാത്ത, അല്ലെങ്കിൽ ഹൈഡ്രജനായിട്ട് മിക്സ് ആവാത്ത ഫ്ലൂറിന്റെ 1sഉം ഫ്ലൂറിന്റെ 2sഉം പിന്നെ ഫ്ലൂറിന്റെ 2pxഉം 2pyയും ഈ ആറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം നോൺ ബോണ്ടിങ് സ്റ്റേറ്റിലായിരിക്കും. All these atomic orbital will be in a non-bonding state, and only the fluorine 2pz orbital mixes with the hydrogen 1s atomic orbital, and you get 2 molecular orbital, 1 bonding and 1 anti-bonding. And this fluorine 9, hydrogen 1, അപ്പോൾ 10 ഇലക്ട്രോൺസ്. ഈ 10 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഈ മോളിക്യൂലർ ഓർബിറ്റലിൽ ഫിൽ ആവുന്നത്. അപ്പൊ ആദ്യം ഫിൽ ആവുന്നത് നോൺ ബോണ്ടിങ്ങിലുള്ള ഫ്ലൂറിന്റെ 1s ആയിരിക്കും. പിന്നെ ഫിൽ ചെയ്യുന്നത് 2s ആയിരിക്കും, 2 ഇലക്ട്രോൺ. ഇതെല്ലാം നോൺ ബോണ്ടിങ് ആണ്. പിന്നെ വരുന്ന സിഗ്മ എക്സ് പി, കാരണം അത് ഫ്ലൂറിന്റെ പിയും ഹൈഡ്രജന്റെ എസും തമ്മിൽ മിക്സ് ചെയ്യുന്നു. അപ്പൊ അതിനെ ആ മോളിക്യൂലർ ഓർബിറ്റലിനാണ് സിഗ്മ എസ് പി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ആന്റി ബോണ്ടിങ്ങിനെ സിഗ്മ സ്റ്റാർ എസ് പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ എനർജി പറഞ്ഞാൽ പിന്നത്തെ മോളിക്യൂലർ ഇതില് സിഗ്മ എസ് പിയിലോട്ട് പോകും. പിന്നെ ഇത് ബാക്കി 4 ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂറിന്റെ 2pxഉം ഫ്ലൂറിന്റെ 2pyയിലോട്ട് പോകുന്നത് സിഗ്മ സ്റ്റാർ എസ് പി, പിന്നെ നോൺ ബോണ്ടിങ് സ്റ്റേറ്റ്. ഇതായിരിക്കും ഫ്ലൂറിന്റെ MO ഡയഗ്രം. അപ്പൊ ഇതില് ആകെ ഒരു ഫിൽഡ് മോളിക്യൂലർ ഓർബിറ്റലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഫ്ലൂറിന്റെ കേസിൽ ഈ 10 ഇലക്ട്രോൺസിൽ ആകെ 2 ഇലക്ട്രോൺസ് മാത്രമേ മോളിക്യൂലർ ഓർബിറ്റലുള്ളൂ. ബാക്കി 8 ഇലക്ട്രോൺസും നോൺ ബോണ്ടിങ് സ്റ്റേറ്റിലാണ്. അതായത് ആ ഫ്ലൂറിന്റെ ആറ്റോമിക് ഓർബിറ്റിൽ തന്നെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണം. ഇതിനാകെ ഒരു ഫിൽഡ് മോളിക്യൂലർ ഓർബിറ്റലേ ഉള്ളൂ, അത് സിഗ്മ എസ് പി ആണ്. അതിന്റെ ആന്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ എസ് പി വേക്കൻറ്റ് ആയിട്ട് നടക്കും. അപ്പൊ ഇതിന്റെ ഹോമോലൂമ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഹോമോ എന്ന് പറയുന്നത് 2pxഉം 2py ആണ്. സിഗ്മ സ്റ്റാർ ലൂമോ ആണ് സിഗ്മ സ്റ്റാർ എസ് പി ആണ് കേസ്. അപ്പൊ ഇതാണ് അതിന്റെ ഇത് കോൺഫിഗറേഷൻ. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ, ആദ്യം 2 ഇലക്ട്രോണേ ബോണ്ടിങ് മോളിക്യൂലർ ഓർബിറ്റിലുള്ളൂ, അത് 2 -
no electrons in the antibonding state. So 0 to minus 0 by 2 is 1. So we say that the bond between hydrogen and fluorine is a single bond, and we can see that it does not contain any unpaired electron. So this one will be diamagnetic. Okay, അപ്പോൾ ഇതാണ് ഇതിന്റെ കേസ്. ഫ്ലൂറിൻ HF ഡയമagnetic ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കേസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ മിക്സ് ആവുന്നത് ഫ്ലൂറിന്റെ 2p സെറ്റും ഹൈഡ്രജന്റെ 1s തമ്മിലാണ് മിക്സ് ആവുന്നത്. അപ്പൊ എസും പിയും തമ്മിലാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ എസ് ഓർബിറ്റ് ആറ്റമിക് ഓർബിറ്റിൽ, ഇത് നമ്മുടെ പി സെറ്റ് ആറ്റമിക് ഓർബിറ്റിലാണെങ്കിൽ ആ ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റൽ ഷേപ്പ് ഏകദേശം ഇതേപോലെ ഇരിക്കും. കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ സിഗ്മ മോളിക്കുലർ ബോണ്ടിങ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഈ രണ്ട് ലോബ്സും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇത് ബ്ലൂവും ബ്ലാക്ക് ഈ യെല്ലോ കാണിക്കുന്ന പ്ലസും മൈനസ് ആണ്, സിമെട്രി ആണ് കാണിക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഡിഫറൻസ് ആണെങ്കിൽ രണ്ടും കൂടി ഈ രണ്ട് ബ്ലൂ ഷെയ്ഡ് ഇത് കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ലോബ് ഒന്ന് ചേർന്നാൽ ഈ ലോബ് മിക്സ് ആവാത്ത ഈ ലോബ് ഏകദേശം അതേപോലെ തന്നെ ഇരിക്കും. ഇനി ആന്റിബോണ്ടിക് സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ, അപ്പൊ ഇത് പ്ലസിന് വരെ ഞാൻ മൈനസ് ഇട്ടു, അല്ലെങ്കിൽ ഇത് തിരിച്ചെഴുതാം. ഇതിന്റെ യെല്ലോ ഇവിടെ ബ്ലൂ ഇട്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പ്ലസ് എന്ന് എഴുതണം. ഞാൻ രണ്ടും ബ്ലൂ ആണ്, അപ്പൊ ഇത് ഞാൻ ഇവിടെ മൈനസ് ഇട്ടു. അങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ സംഭവിക്കുന്നത്. ഈ ലോബ് കണ്ട ഈ ലോബിന്റെ സൈസ് കുറച്ച് ചെറുതാവും. പിന്നെ ഒരു ഡിസ്ട്രക്റ്റീവ് ചില ഷേപ്പ് വ്യത്യാസമുണ്ട്. എനിവേ സംഭവിക്കുന്നത് ഈ എസ് ഓർബിറ്റിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടും, അതിന്റെ സൈസ് വളരെ കുറയും. ഈ ബ്ലൂ ലോബിന്റെ സൈസും കുറച്ച് ചെറുതാവും. ഇതിൽ അത് ഷേപ്പിൽ തന്നെയാണ് വിട്ടേക്കണേ. അതായത് ഈ ലോബിന്റെ സൈസ് ചെറുതാവും, ഈ ലോബ് അങ്ങനെ തന്നെ ഇരിക്കും. എനിവേ യു ഗെറ്റ് എ നോട്ട് ഇൻ ബിറ്റ്വീൻ. ഇതിന്റെ ഇടയിൽ ഒരു നോഡും അത് കിട്ടുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി അതിന്റെ ഷേപ്പായിട്ട് വരുന്നത്. 1s എസും പിയും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കിട്ടുന്ന മോളിക്കുലർ ഓർബിറ്റലിന്റെ ഷേപ്പ് സിഗ്മ എസ് പിയും സിഗ്മ സ്റ്റാർ എസ് പി ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന് നോഡ്സ് ഇല്ല, ഇതിനൊരു നോഡ് ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു നോഡ് വരും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഷേപ്പായിട്ട് പറയുന്നത്. So this is how you draw the molecular orbital diagrams of homonuclear diatomic molecules and heteronuclear diatomic molecules. Okay, അപ്പോൾ ഇതാണ് hemodiagrams, homonuclear and heteronuclear diatomic molecules. അപ്പോൾ ഇതിലെ ഈ hemodiagrams നമ്മൾ പറഞ്ഞതിൽ ഇനി ഡൗട്ട്സ് എന്ത് സംശയമുണ്ടോ ഈ പാർട്ടിൽ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ അല്ലെങ്കിൽ ബോണ്ട് ഓർഡറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുന്നതിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുന്നതിലോ any doubts? ഇതിൽ നമ്മൾ മറ്റേ ഈ ഒരു മിക്സിംഗ് ഇവിടെ വരുന്നുണ്ട്. നൈട്രസ് ഓക്സൈഡ് ആയാലും സിഒന്റെ കേസിലും ഒരു മിക്സിംഗ്, ഞാൻ നേരത്തെ നൈട്രജൻ ബോറോണ്ട് ഒക്കെ പറഞ്ഞ പോലെ 2s 2p മിക്സിംഗ് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, മറ്റേ വരച്ച പോലെ തന്നെ സിഗ്മ 2p സെറ്റിലോട്ട് അതുപോലെ സിഗ്മ സ്റ്റാർ 2p സെറ്റിലോട്ടും 2s കോൺട്രിബ്യൂഷൻ നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s ഈ 2p സെറ്റിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കാണിക്കും. അതുകൊണ്ടാണ് ലൈൻസ് ഇങ്ങനെ 2s പി സെറ്റിൽ നിന്ന് ലൈൻ വരും, ഇതിന് 2p സെറ്റ് പൈ സ്റ്റാർ 2p സെറ്റിലോട്ടും 2s ലൈൻ വരും. പൈ 2px പൈ 2py അതിൽ 2s കോൺട്രിബ്യൂഷൻ വരില്ല, കാരണം അത് മിക്സ് ആവില്ല. pxും py s ആയിട്ട് മിക്സ് ആയില്ല, കാരണം സിമെട്രി മാച്ച് ആവില്ല. അത് കാരണം അതിനെ നമ്മൾ പിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ കാണിക്കൂ, 2s കോൺട്രിബ്യൂഷൻ അതിലോട്ട് വരയ്ക്കരുത്. ഇവിടെ അതുപോലെ ഈ സൈഡ് പറഞ്ഞാൽ, പക്ഷെ ബാക്കി എല്ലാത്തിലും 2s കോൺട്രിബ്യൂഷൻ വരും. കാണുമ്പോൾ ഒരു വേണ്ട പേടിയൊന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് പി വരുമ്പോൾ എല്ലാത്തിലും എല്ലാ മോളിക്കുലർ ഓർബിറ്റിൽ നിന്നും പിയുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. 2s കോൺട്രിബ്യൂഷൻ പൈ ഒഴിച്ച് ബാക്കി സിഗ്മ മോളിക്കുലർ ഓർബിറ്റിലൊക്കെ 2s കോൺട്രിബ്യൂഷൻ നമ്മൾ കാണിക്കുക. പൈയും പൈ സ്റ്റാറിലോട്ടും 2s കോൺട്രിബ്യൂഷൻ വരില്ല, അത് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് മറ്റേ നൈട്രജനും ബോറോൺ കാർബൺ ഒക്കെ വരുമ്പോൾ അത് തന്നെയാണ് കേസ്.
ഇപ്പൊ ഇവിടെ ഞാൻ ആകെ ഇതിലിപ്പോ ഞാൻ ഓക്സിജനും നൈട്രോജനെ കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ വേണമെങ്കിൽ ബോറോൺ ചോദിക്കാം, കാർബൺ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഫില്ല് ചെയ്ത് വരയ്ക്കാം. ഓർഡറിംഗ് ഒക്കെ ഇതുപോലെ തന്നെ. ഓക്കെ, ഫില്ല് ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ ഫ്ലൂറിന്റെ ചോദിച്ചാലും ഓക്സിജന്റെ പോലെ തന്നെയാണ് ഫ്ലൂറിന്റെ കേസ്. ഈ ലെവലിംഗിൽ ഓക്സിജൻ ഫ്ലൂറിൻ ആണ് ഒരേപോലെ വരുന്നത്, ബാക്കിയെല്ലാം ഇതേപോലെയാണ്. ഓക്സിജന് താഴെ വരുന്നതല്ല ഇത്, ബാക്കി ഓക്സിജനും ഫ്ലൂറിൻ ഈ കാറ്റഗറി തന്നെയാണ്. അതായത് സിഗ്മ 2p(Z) എനർജി കുറവ്. അപ്പൊ ഇതില് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതാണ് MO ഡയഗ്രാം, മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം യൂസിങ് ദ മോളിക്യുലർ ഓർബിറ്റൽ തിയറി. നമ്മള് ടേം സിംബൽസ് പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ടേം സിംബൽസ് ഇൻഓർഗാനിക് കെമിസ്ട്രിയില് ഇല്ല, എടുത്തിട്ടില്ല. സെക്കൻഡ് സെമ്മിലാണോ വരുന്നത്? ഓക്കെ. ശരി, നിങ്ങൾക്ക് ആറ്റോമിക് ടേം സിമ്പിൾ അറിയാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇവിടെ. കാരണം ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിക്കുന്നത് ആറ്റോമിക് ടേം സിമ്പിൾസ് ആണ്. ഓരോ ആറ്റത്തിന്റെ ടേം സിമ്പിൾസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. നൈട്രജൻ, ഓക്സിജൻ ആറ്റം, നൈട്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, കാർബൺ ആറ്റം, അങ്ങനെ ഒരു ആറ്റത്തിന്റെ ടേം സിമ്പിൾസ് ആണ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന മോളിക്കുലർ ടേം സിമ്പിൾസ് ആണ്. മോളിക്കുലർ ടേം സിമ്പിൾസ് ആണ്. ആക്ച്വലി ടേം സിമ്പിൾസ് പറയാതെ ഇത് പറഞ്ഞ ഒരു ഐഡിയ ഇല്ല ടേം സിമ്പിൾസിനെ പറ്റി. കസ്റ്റമറൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആക്ച്വലി ടേംസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ സിമെട്രി പ്രോപ്പർട്ടീസും അതിന്റെ ഇതൊക്കെ പറയാനാണ്. സിമെട്രിയും അതിന്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറയാനാണ് ഉപയോഗിക്കുന്നതാണ് ഈ ടേം സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ഈ ആറ്റോമിക് ടേം സിമ്പിൾസ് പറയുമ്പോൾ ആറ്റോമിക് ടേം സിമ്പിൾസ് നൊട്ടേഷൻ ഇതാണ് 2s+1 Lj. ഇതാണ് ആറ്റോമിക് ടേം സിമ്പിളിന്റെ നൊട്ടേഷൻ. 2s+1 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും L, പിന്നെ അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് J എന്ന് എഴുതും. ഈ L എന്ന് പറയുന്ന ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. അതായത് എല്ലാം ഒരു ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ട് അതിലുള്ള ഫിൽഡ് ആയിട്ടുള്ള സകല ആറ്റോമിക് ഓർബിറ്റൽസിനെ L വാല്യൂസ് ആംഗുലർ മൊമെന്റം തമ്മിൽ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എസിന്റെ ആണെങ്കിൽ അതിന്റെ L വാല്യൂ 0 ആണ്. P ആണെങ്കിൽ ഇതാണ് 1 ആയിരിക്കും. ആ ടൈപ്പ് ഇത് തമ്മിൽ മിക്സ് ആയി ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇത് L വാല്യൂസ് നമ്മൾ നോക്കും. പിന്നെ 2s+1 S എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺ സ്പിൻ ആണ്. അതിന്റെ സ്പിൻസിന്റെ എല്ലാ വാല്യൂസ് സിഗ്മ നമ്മൾ എടുക്കും, സമ്മേഷൻ നമ്മൾ എടുക്കും. അപ്പോൾ അത് ഒരെണ്ണം ക്ലോക്ക് വൈസ് മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ +½ -½ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പൊ S എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺ സ്പിൻ. ആ ആറ്റത്തിലുള്ള സകല ഇലക്ട്രോൺസിനെ സ്പിൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യും. അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് അതിന് S വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതിന് കഴിഞ്ഞ് അതാണ് ടോട്ടൽ ഇലക്ട്രോൺ സ്പിൻ S എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ എഴുതും. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് 2s+1 എന്ന് പറയുന്നത്. 2s+1 എന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. L വാല്യൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ നമ്മൾ L വാല്യൂ അനുസരിച്ച് Lന്റെ വാല്യൂ 0 ആണോ 1 ആണോ 2 ആണോ ഒക്കെ നോക്കിയിട്ട് L 0 ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ S എന്ന് എഴുതും. സ്മോൾ എസ് അല്ല, ക്യാപിറ്റൽ S എന്ന് എഴുതും. L വാല്യൂ 1 ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ P എന്ന് എഴുതും.
എൽ വാല്യൂ 2 ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ഡി എന്ന് എഴുതും. എൽ വാല്യൂ 3 ആണെങ്കിൽ ക്യാപിറ്റൽ എഫ്, എസ് പി ഡി എഫ് ആ ഒരു രീതിയിൽ, പിന്നെ ജി ആ ഒരു ഇതിൽ പോകും. പക്ഷെ എല്ലാം ക്യാപിറ്റൽ ആണ്. എസ് പി ഡി എഫ് എൽ വാല്യൂ നോക്കിയിട്ട് എൽ 0 ആണെങ്കിൽ എസ്, 1 ആണെങ്കിൽ ടി അങ്ങനെ എഴുതും. അപ്പൊ ഇവിടെ അതനുസരിച്ച് ഇവിടെ എസ് ആണോ പി ആണോ എന്ന് നമ്മൾ എഴുതും. മുകളിൽ 2s+1 കാര്യം സ്പിൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ എഴുതും. പിന്നെ ജെ വാല്യൂ ഉണ്ട് താഴെ, അത് എൽ എസ് കപ്ലിംഗ് ആണ്, എൽ എസ് കപ്ലിംഗ് ഫാക്ടർ ആണ്, എൽ പ്ലസ് എസ് ആൻഡ് എൽ മൈനസ് എസ്. അപ്പൊ ഏതെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ അവസാനത്തെ ആറ്റോമിക് ഓർബിറ്റിൽ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ നമ്മൾ എൽ പ്ലസ് എസ് വാല്യൂസ് എടുക്കും, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എൽ മൈനസ് എസ് ആയിട്ട് എടുക്കും. അങ്ങനെ ഒരു ഓർഡറിങ്. അപ്പൊ ശരി, അത് പറയാതെ പഠിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കേസ്. അപ്പൊ ഇതില് അതാണ് സാധാരണ ആറ്റോമിക് ഓർബിറ്റൽസ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇതില് നമ്മൾ മോളിക്കുലാർ ടേം സിമ്പിൾ, ആറ്റോമിക് ടേം സിമ്പിൾസ് ആണ് അങ്ങനെ എഴുതുന്നത്. മോളിക്കുലാർ ടേം സിമ്പിൾസ് നൊട്ടേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അതിന്റെ നൊട്ടേഷൻ ഇത് പറയുന്നത് ഇപ്പൊ ഇതില് നമ്മൾ ഈ ഒരു രീതിയിലാണ്. ഇത് ആറ്റോമിക് ടേം സിമ്പിൾ 2s+1 LJ എന്ന രീതിയിൽ എഴുതുമ്പോൾ മോളിക്കുലാർ ടേം സിമ്പിൾസ് 2s+1 ഇത് ഡെൽറ്റ ലാംഡ, ഇത് ലാംഡയാണ്, ക്യാപിറ്റൽ ലാംഡ, ലാംഡ താഴെ ജി ഓർ യു, ജെറൈഡ് ഓർ അൺജെറൈഡ്, ഈ ഒരു രീതിയിലാണ് മോളിക്കുലാർ ടേം സിമ്പിൾസ് എഴുതുന്നത്. അപ്പൊ ഇവിടെ 2s+1 L, അതേപോലെ ഇവിടെ 2s+1 ലാംഡ. പിന്നെ ഇവിടെ ജെക്ക് വരാം ജി ആണോ യു ആണോ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് തൽക്കാലം ഇത് വിടാം. ആറ്റോമിക് ടേം സിമ്പിൾ നമ്മൾ നോക്കണ്ട. നിങ്ങൾ ഇപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മോളിക്കുലാർ ടേം സിമ്പിൾ, മോളിക്കുലാർ ടേം സിമ്പിൾ എഴുതുന്നത് എങ്ങനെയാണ്? 2s+1 ലാംഡ ബാർ ജി ബാർ യു എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി ലാംഡയുടെ വാല്യൂ നമ്മൾ എൽ എഴുതുമ്പോൾ എസ് പി ഡി എഫ്, എല്ലിന്റെ വാല്യൂ നോക്കിയിട്ട് അത് എസ് പി ഡി എഫ് എന്ന് എഴുതുന്ന നോക്കി. അതേപോലെ തന്നെ ഇവിടെ ലാംഡ 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ മറ്റേ സ്ഥലത്ത് എസ് പി ഡി എഫ് എന്ന് നോക്കിയിട്ട് ഇത് 0 ആണെങ്കിൽ എസ്, എൽ വാല്യൂ ഇത് എൽ വാല്യൂ 0 ആണെങ്കിൽ എസ് ക്യാപിറ്റൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ് എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എസ് പി ഡി എഫ് എന്നല്ല എഴുതുന്നത്. നമ്മൾ മോളിക്കുലാർ ടേം സിമ്പിൾസിലെ സിഗ്മ പൈ ഡെൽറ്റ ഫൈ ആ രീതിയിലാണ്. അതായത് 0 ആണെങ്കിൽ ഇത് സിഗ്മ എന്ന് എഴുതും, ലാംഡയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിനെ പൈ എന്ന് എഴുതും, 2 ആണെങ്കിൽ അത് ലാംഡ ഡെൽറ്റ, 3 ആണെങ്കിൽ അത് ഫൈ എന്ന് എഴുതുക. ഈ രീതിയിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ലാംഡ എന്ന് പറയുന്നത് മറ്റേ പോലെ തന്നെ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓഫ് ദി മോളിക്യൂളിന്റെ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ് ലാംഡ എന്ന് പറയുന്നത്. ലാംഡ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാംഡ ഇസ് കോൾഡ് ദി നെറ്റ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. ലാംഡ പറയുന്നത് നെറ്റ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്നാണ് ഇത്. അപ്പൊ നമ്മൾ ആ മോളിക്കുലർ ഓർബിറ്റൽസിന്റെ ഓരോ ഫില്ലായിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ലാംഡയുടെ വാല്യൂ കൊടുക്കുന്നത്. അതായത് ഒന്ന് സിമ്പിൾ ആണ്, വേറെ ഡിഫിക്കൽറ്റി ഇല്ല. ഇത് ഇത്ര ഓർത്താൽ മതി. സിഗ്മ ബോണ്ടിങ് ആണെങ്കിൽ അത് ലാംഡയുടെ വാല്യൂ 1ഉം, സിഗ്മ നോട്ട് സിഗ്മ സിഗ്മയാണെങ്കിൽ സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും. അതായത് ഇലക്ട്രോൺസ് ഇൻ ദ സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദി ആംഗുലർ മൊമെന്റം ഓഫ് ദി മോളിക്യൂൾ. അതായത് സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ആംഗുലർ മൊമെന്റത്തിൽ യാതൊരു കോൺട്രിബ്യൂഷനും ചെയ്യില്ല. അതുകൊണ്ട് സിഗ്മ ഓർബിറ്റൽ മോളിക്കുലർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ആംഗുലർ മൊമെന്റത്തിന്റെ കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും. പൈ വ്യത്യാസം വരും, പൈ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ 0, 1, 2 എന്ന് പറയുന്നത്. പിന്നെ 2s+1 എന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. അത് 2s+1 സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഹാൻസ് റൂൾ. പിന്നെ സിമെട്രി നമ്മൾ ഇവിടെ ജി ആണോ യു ആണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ഇലക്ട്രോൺസ് ജിന്റെ ഇത് ജെറൈഡ് ജി ഇൻറ്റു ജി എന്ന് പറയുന്നത് ജി ആണ്, യു ഇൻറ്റു യു എന്ന് പറയുന്നത് സോറി ഇറ്റ്സ് നോട്ട് യു ഇറ്റ്സ് ജി. അൺജെറൈഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജി ആണ് കിട്ടേണ്ടത്. ജെറൈഡും അൺജെറൈഡ് അതേപോലെ യു ഇൻറ്റു ജി ചെയ്താലും നമുക്ക് യു എന്ന് പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ നമ്മൾ തൽക്കാലം
ഈ മോളിക്കുലർ ഓർബിറ്റൽ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞ കേസ്, ഇന്നത്തെ പറഞ്ഞ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സ്പെസിഫിക് ആയിട്ട് ഹെറ്ററോന്യൂക്ലിയർ ഡയറ്റം മോളിക്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ് ഡിസ്കസ്ഡ് അബൌട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രംസ് ഓഫ് ലിഥിയം ഹൈഡ്രൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് ആൻഡ് HF. ഇതിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതെല്ലാം നമ്മൾ നേരത്തെ നിങ്ങൾ കുറച്ചൊക്കെ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും കുറച്ചൊക്കെ ഡിഗ്രിയിലും പഠിച്ചിട്ടുള്ള കേസൊക്കെ തന്നെ. അതിൽ വെച്ചിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബോണ്ട് ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് പറയാം, അതിന്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ്, ഹോമോ ലൂമോ ഗ്യാപ്പ് ഒക്കെ നമുക്ക് പറയാം, ഏതാണ് ഹോമോ ഏതാണ് ലൂമോ എന്നൊക്കെ പറയാം. രണ്ട് മോളിക്യൂളുടെ കമ്പാരിസൺ നടത്താം, സ്റ്റെബിലിറ്റിയെ കുറിച്ചൊരു കമ്പാരിസൺ നടത്താം. ഒക്കെ അങ്ങനെയൊക്കെയുള്ള പല അഡ്വാൻറ്റേജും ഈ എംഒ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ്